أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. صدق الله مولانا العظيم. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഇരുവശങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് അവൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ പിൻപറ്റി ജീവിച്ച് മുത്തഖികളായി ജീവിച്ച് മരിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ അവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠനത്തിലെ വളരെ സുപ്രധാനമായ ഒരു മേഖല എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. പല സന്ദർഭങ്ങളിലായി ഒട്ടനവധി വിഷയങ്ങൾ നമ്മളുടെ പ്രഭാഷണങ്ങളിലും ഖുതുബ വേദികളിലുമൊക്കെ വന്നു പോകാറുണ്ടെങ്കിലും ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ ആദ്യമായി, അതല്ലെങ്കിൽ പരമപ്രധാനമായി നമ്മളുടെ നെഞ്ചിലുറപ്പിക്കേണ്ടുന്ന ആദർശവുമായി ബന്ധപ്പെട്ട വളരെ അടിസ്ഥാനപരമായൊരു കാര്യം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവെ എങ്ങനെയാണോ പരിചയപ്പെടുത്തുന്നത് ആ വിഷയത്തിൽ നമുക്ക് ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ്. പല സന്ദർഭങ്ങളിലും നമ്മൾ റമദാൻ വരുമ്പോൾ റമദാനിനെ കുറിച്ച് പറയാറുണ്ട്, ഹജ്ജ് വരുമ്പോൾ അതിൻ്റെ ചരിത്രം പറയാറുണ്ട്, റബീഉൽ അവ്വൽ എത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം സവിശേഷമായി നമ്മൾ പരാമർശിക്കാറുണ്ട്. പക്ഷേ ഒരു പഠനം എന്നുള്ള നിലയിൽ നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മുൻഗണനയിൽ നമ്മൾ സ്ഥാനം കൊടുക്കേണ്ട ഒരു വിഷയമാണ് ആരാണ് നമുക്ക് അല്ലാഹു, അതല്ലെങ്കിൽ അല്ലാഹു നമുക്ക് ആരാണ്. വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കം ഈ ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരെ എന്താണ് അല്ലാഹു എന്നുള്ള സങ്കല്പം, അല്ലാഹു ആര്, വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും അല്ലാഹു ഖുർആനിൽ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് മലയാളത്തിൽ, കെ.സി. അബ്ദുള്ള മൗലവിയുടെ. അതായത് അല്ലാഹുവിനെ കുറിച്ച് ഖുർആനിൽ എങ്ങനെയൊക്കെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്, വിശദമായ വായനയും പഠനവും ആഗ്രഹിക്കുന്നവർക്ക് ആ പുസ്തകം വായിക്കാവുന്നതാണ്. അപ്പൊ ഈ ലോകത്ത് വന്നിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരും എങ്ങനെയാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് എന്നും അള്ളാഹു തന്നെയും എങ്ങനെയാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് എന്നും ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള ബോധ്യം, അത് തൗഹീദായി എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുമുള്ള അറിവ് ബലപ്പെടാത്തതിൻ്റെയോ അതല്ലെങ്കിൽ അത് ചിലപ്പോഴെങ്കിലും അതൊക്കെ അങ്ങനെ അറിയേണ്ടതുണ്ടോ
കാരണം നമ്മളിങ്ങനെ ഒരു ബൈ ചാൻസ് മുസ്ലിമായി പോയ ആളുകളാണല്ലോ. ഇസ്ലാം സ്വീകരിക്കുന്നവർക്ക് കുറച്ചൊക്കെ ഇത് ധാരണ ഉണ്ടാവാറുണ്ട്. കാരണം ഇസ്ലാം സ്വീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വിഷയമാണ്. കാരണം അള്ളാഹു റബ്ബാണ്, അള്ളാഹു ഇലാഹാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ലോകത്തുള്ള ഒന്നുകിൽ ഒറ്റും ദൈവത്തിൽ വിശ്വസിക്കാത്തവർ, അതല്ലെങ്കിൽ ഒട്ടനവധി ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്നവർ അള്ളാഹുവിലേക്ക് വരുമ്പോൾ, ഇസ്ലാമിലെ അള്ളാഹുവിനെ കുറിച്ചുള്ള സങ്കല്പത്തിലേക്ക് വരുമ്പോൾ അവർ പഠിച്ചറിഞ്ഞും വായിച്ചും നിരീക്ഷിച്ചും ഒരുപക്ഷെ ഒരുപാട് ആലോചിച്ചുമൊക്കെയാണ് അവരതിലേക്ക് വരാറുള്ളത്. അങ്ങനെ അല്ലാത്തവരും ഉണ്ടാകാറുണ്ട്. പക്ഷെ ആ അനുഭവം വിശ്വാസിക്കുണ്ടാകണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വിശ്വാസിയാണെങ്കിൽ കൂടിയും അവനിൽ നിർബന്ധമാക്കിയ കാര്യമാണ്. അതിൽ അതിപ്രധാനമായ കാര്യങ്ങളെയാണ് നമ്മൾ തൗഹീദ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതിന്റെ ഉപവിഷയങ്ങളായി പറയും. അതിലൊന്ന് തൗഹീദുർ റുബൂബിയ്യത്താണ്. അള്ളാഹു നമ്മളുടെ റബ്ബാണ്. അങ്ങനെയെങ്കിൽ അള്ളാഹു എന്തുകൊണ്ട് നമ്മളുടെ റബ്ബാണ് എന്നുള്ള വിഷയത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ തൗഹീദ് നമ്മൾ അംഗീകരിക്കണം. രണ്ടാമത് തൗഹീദുൽ ഉലൂഹിയ്യത്താണ്. അള്ളാഹു നമ്മളുടെ ഇലാഹാണ്. കലിമത്തു തൗഹീദിന്റെ ഭാഗം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഒരു ഭാഗം. അപ്പൊ അള്ളാഹു അല്ലാതെ ഇലാഹ് എന്ന് പറയുന്ന ആ പരിധിയിൽപ്പെടുത്താവുന്ന ഒരാളുമേ ഇല്ല എന്ന് പറയുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ട് ഇലാഹാകുന്നു വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്തുകൊണ്ട് റബ്ബാകുന്നു വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ അതിന്റെ അടുത്തൊരു കാറ്റഗറി കുറച്ചൊക്കെ മനസ്സിലാക്കിയവരായിരിക്കും. തൗഹീദുൽ അസ്മാ വസ്സിഫാത്ത്. അള്ളാഹു സമീ ആണ്, അള്ളാഹു ബസീറാണ്, അള്ളാഹു റാസിഖാണ്, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്. അതായത് അള്ളാഹുവിന്റെ തിരുനാമങ്ങൾ, സവിശേഷമായ നാമങ്ങൾ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫാത്തുകൾ, വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ ചെയ്തികളുമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർക്കപ്പെടുന്ന സിഫത്തുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അവന്റെ ഗുണവിശേഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഭാഗം. ഇതൊരു ഖുത്ബയിൽ പഠിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. കാരണം വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തിയെടുക്കാൻ നമുക്ക് ബാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് റബ്ബ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. റബ്ബ്, അള്ളാഹു നമ്മളുടെ റബ്ബാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അള്ളാഹ്. ഖുർആനിൽ മൊത്തം 78,000-ഓളം പദങ്ങളാണ് ഉള്ളത്. മൊത്തം പദങ്ങൾ 600 പേജില് 15 വരികളില് ഏകദേശം 9 പദങ്ങൾ ഇതെടുത്താൽ ഏകദേശം ഒരു 78,000 പദങ്ങളിൽ 1000-ഓളം തവണ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള പദമാണ് റബ്ബ്. 978 തവണ തനിച്ച് റബ്ബ് എന്ന് കാണാൻ സാധിക്കും. റബ്ബുൽ ആലമീൻ എന്ന് പറയുന്ന പ്രയോഗം ഏകദേശം ഒരു 40-50 തവണ വിശുദ്ധ ഖുർആനിൽ. ഇപ്പൊ എന്താണ് റബ്ബ്? അള്ളാഹു അള്ളാഹു എന്ന് പറയുന്നതിനോടൊപ്പം ഈ റബ്ബിനെയാണ് റബ്ബന, അല്ലെ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയാ പറയാറ്. അല്ലാഹുമ്മ എന്ന് പറയുന്നതോടൊപ്പം നമ്മൾ എന്ത് പറയാറുണ്ട്? റബ്ബന. നമസ്കാരത്തിൽ എങ്ങനെയാണ്? റബ്ബി ഗഫിർലി, സുബ്ഹാന റബ്ബിയൽ അഅ്ല. റബ്ബ് റബ്ബ്, എന്റെ റബ്ബ്. ഇപ്പൊ എന്റെ റബ്ബായ അള്ളാഹു എന്നുള്ളത് മലയാളത്തിൽ നമ്മളുടെ എന്തോ ഒരു പ്രയോഗം എന്നുള്ളതല്ലാതെ വിശ്വാസിക്ക് കുറച്ചുകൂടി എന്റെ റബ്ബാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വിവരം അതിൽ വേണം. ഈ ലോകത്തിന്റെ റബ്ബാണ് അള്ളാഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ എന്താണ് റബ്ബ്? ഇതിനെക്കുറിച്ചുള്ള ഭാഷാപരമായ അർത്ഥത്തിലേക്ക് കടന്നാൽ അത് അറബി ഭാഷയിൽ റബ്ബ് എന്നുള്ളത് ഭാഷാപരമായ അർത്ഥത്തിൽ ഉടമസ്ഥൻ എന്നൊക്കെയാണ് അർത്ഥം. ഇപ്പൊ ഗൾഫിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, അർബാബ് എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതായത് ഭാഷാപരമായി എന്തിന്റെയും ഉടമസ്ഥനെ, സയ്യിദ്, നേരിട്ടുള്ള മാലിക്, ഉടമസ്ഥൻ എന്നൊരർത്ഥത്തിൽ റബ്ബ് എന്ന് ഖുറാനിൽ കാണാൻ സാധിക്കും. ഖുറാനിൽ മാത്രമല്ല, നമ്മുടെ അറബി ഭാഷാ പ്രയോഗത്തിൽ തന്നെ റബ്ബുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു തുടങ്ങുന്നു ഒന്നാമത്തെ സൂറത്തിൽ. അവസാനത്തെ സൂറത്തിൽ ഖുൽ അഊദു ബി റബ്ബിന്നാസ്, റബ്ബുന്നാസ്. ഇപ്പൊ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അള്ളാഹു ഇലാഹാണ്, അള്ളാഹുവിനാണ് ഇബാദത്ത് ചെയ്യേണ്ടത്, ശരിയാണ്. പക്ഷേ
എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവനാണ് നിങ്ങളുടെ റബ്ബ്. അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ. കാരണം എന്താ? അള്ളാഹു മാത്രമാണ് നിങ്ങളുടെ റബ്ബ്. ഇതാണ്. പക്ഷെ പല സമൂഹത്തിലും ലാ റബ്ബ ഇല്ലല്ലാ എന്നൊന്നും പറയേണ്ടി വരൂല. കാരണം റബ്ബിനെ അംഗീകരിക്കുന്നവരാണ് പല ആളുകളും. ഈ ലോകത്തെ റബ്ബിനെ സംബന്ധിച്ച് മനുഷ്യർക്ക് തെറ്റായ കുറെ ധാരണകളുണ്ടെങ്കിലും റബ്ബ് ഉണ്ട് എന്ന് പലരും, അല്ലേ, പടച്ചോനെ, ദൈവം തമ്പുരാനെ, ഭഗവാനെ, ഈശ്വര, ദൈവമേ, അയ്യോ എന്നൊക്കെ ആളുകൾ പറയും. അതായത് ഈ ലോകത്തെ സൃഷ്ടിച്ചത് ഞങ്ങൾ മനുഷ്യരല്ലെന്നും, ഈ ലോകം തനിയെ ഉണ്ടായതല്ലെന്നും, ഈ ലോകത്തിന് വേറൊരു അതീന്ദ്രിയമായ അതിഭൗതികമായ മറ്റൊരു സാന്നിധ്യം, അതല്ലെങ്കിൽ മറ്റൊരു ഹസ്തി, മറ്റൊരു ശക്തി ഇതിന് പിന്നിലുണ്ടെന്ന് വിശ്വസിക്കുന്ന പാരശതം മനുഷ്യർ, കോടി മനുഷ്യർ ഈ ലോകത്തുണ്ട്. പക്ഷെ ആ റബ്ബിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ആളുകൾക്ക് വ്യത്യാസമുണ്ട്. അള്ളാഹുവിനെ തിരുത്തും, കുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ നിങ്ങൾ ഈ ലോകത്തെ സൃഷ്ടിച്ചു എന്ന് കരുതി ഏതെങ്കിലും ഒന്നിനെ ആരാധിച്ചാലൊന്നും പറ്റില്ല. ഏതെങ്കിലും നിങ്ങളുടെ വികലമായ ചിന്താ വിശകലനങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല. കാരണം അവൻ ഏകനാണ്. അല്ലാഹു സ്വമദ്. അവന് ആരെയും ആശ്രയിക്കേണ്ടതോ അതല്ലെങ്കിൽ അവനെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടതോ ആയ ആവശ്യം അവനില്ല. പക്ഷേ ലോകത്തുള്ള എല്ലാവർക്കും അവനെ ആശ്രയിക്കേണ്ട അവസ്ഥയുമുണ്ട്. സ്വമദ് എന്നുള്ള വാക്കിന് ഒരേ സമയം രണ്ടർത്ഥമാണ്. കാരണം അവൻ ലോകത്തുള്ള എല്ലാവരുടെയും അത്താണിയാണ്. അവനാകട്ടെ ഈ ലോകത്തെ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല. ലം യലിദ്, അവന് മക്കളില്ല, അവൻ ജനിപ്പിച്ചിട്ടില്ല. വലം യൂലദ്, അവൻ സ്വയം ജനിച്ചിട്ടുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ് ലൈസ കമിസ്ലിഹി ഷൈഅ്, അവന് തുല്യനായ ആരെങ്കിലും ഇല്ല എന്നല്ല, തുല്യനായ പോലെ പോലും ആരുമില്ല. അള്ളാഹുലേക്ക് ചേർത്ത് പറയാവുന്ന സമന്മാരെന്നല്ല, സമന്മാരെ പോലെ പോലും ആരുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഅ്, അവന് സദൃശ്യമായ ഒന്നിനെപ്പോലും നിങ്ങൾക്ക് കൊണ്ടുവന്ന് അതാണ് എന്ന് ചേർത്ത് പറയാവുന്ന എന്തെങ്കിലും ഒന്ന് അള്ളാഹുവിന്റെ വലുപ്പത്തിലേക്ക്, അള്ളാഹുവിന്റെ രൂപത്തിലേക്ക്, അള്ളാഹുവിന്റെ ചെയ്തികളിലേക്ക് നിങ്ങൾക്ക് പറയുക സാധ്യമല്ല. അപ്പൊ ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റബ്ബ് എന്ന് പറയുന്ന പദം, റബ്ബ് നേരത്തെ പറഞ്ഞു ഭാഷാപരമായ ഒരു അർത്ഥമുണ്ട്. പരിപാലകൻ, യജമാനൻ, ഉടമസ്ഥൻ എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പ അബ്ദുൽ മുത്തലിബ് കഅബ പൊളിക്കാൻ വേണ്ടിയിട്ട് അബുറഹത്തും കൂട്ടരും വന്നു. അപ്പോ അബുറഹത്തിനോട് നടത്തുന്ന ഒരു ടോക്ക്, സംസാരം ചരിത്രത്തിലുണ്ട്. അതിൽ അബ്ദുൽ മുത്തലിബ് പറയുന്നത് അന റബ്ബുൽ ഇബിൽ, ഞാൻ ഒട്ടകത്തിന്റെ ഉടമസ്ഥനാണ്. വലിൽ ബൈത്തി റബ്ബുൻ യഹ്മീഹി, ഈ കഅബക്കാകട്ടെ വേറൊരു റബ്ബുണ്ട്, അതിനെ അവൻ സംരക്ഷിച്ചോളൂ. അവിടെ ഉടമസ്ഥൻ എന്നൊരർത്ഥത്തിലാണ് റബ്ബ് പറയുന്നത്. ഇത് അറബി ഭാഷയിൽ നേരത്തെ ഉള്ളതാണ്. പക്ഷെ വിശുദ്ധ ഖുർആനിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 78,000 മൊത്തം പദങ്ങളിൽ 1000 തവണ ഒരു പദം വരിക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5% എന്ന് പറഞ്ഞാൽ ചെറിയൊരു കളിയല്ല, ഒരു വാക്കാണ് വരുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ റുബൂബിയത്ത് എന്താണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് ഇസ്ലാം പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് പറയുന്നത്. അള്ളാഹു റബ്ബാണ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടും 5 കാര്യങ്ങളാണ്. അതിൽ ജമീഉ അഫ്ആലില്ലാഹി തആല, അള്ളാഹുവിന്റെ എല്ലാ കാര്യങ്ങളും അതിൽ പെടുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് അൽ ഖൽഖ്, ഈ ലോകത്തെ, നമ്മളെ, ഈ കാണുന്ന ഈ പ്രപഞ്ചത്തെ, ഇതിന്റെ സൃഷ്ടിപ്പ് അള്ളാഹുവിലേക്കാണ് നിങ്ങൾ ചേർത്ത് വെക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നതാണ്, യാ അയ്യുഹന്നാസു ദുരിബ മസലുൻ ഫസ്തമിഊ ലഹു ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഊ ലഹു. ഈ ലോകത്തെ അള്ളാഹുവിന് തുല്യരാക്കി ഈ ലോകത്തുള്ള മനുഷ്യർ വെച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് അവർ സമന്മാരായി സങ്കല്പിച്ചിരിക്കുന്നവർ ലൻ യഖ്ലുഖൂ ദുബാബൻ, ഒരു ഈച്ചയെ പോലും അവർക്ക് സൃഷ്ടിക്കാൻ പറ്റൂല. വലവിജിത്തമഊ, അവരൊറ്റക്ക് സൃഷ്ടിക്കേണ്ട, ഒരുമിച്ച് ചേർന്നിട്ട് അവരൊരു സംഘമായി ചേർന്ന് അവർ ഒരു പണിയെടുത്താൽ പോലും സൃഷ്ടിപ്പ് അവർക്ക് സാധ്യമല്ല. അപ്പൊ ഈ ലോകത്ത് അള്ളാഹു ഇലാഹാകാനുള്ള കാരണം അള്ളാഹു റബ്ബാണ് എന്നുള്ള നമ്മുടെ വിശ്വാസമാണെങ്കിൽ, അതല്ലെങ്കിൽ അറിവാണെങ്കിൽ, ബോധ്യമാണെങ്കിൽ, ഒന്നാമത്തെ കാരണം അള്ളാഹു ആണ് ഈ ലോകത്തെ എല്ലാവരെയും സൃഷ്ടിച്ചത്.
ഈ ലോകത്ത് കാണുന്ന ഓരോ ജീവനും അള്ളാഹുവിൻ്റെതാണ്. ഇത് അങ്ങനെ നോക്കുമ്പോൾ ഈ അറിവുണ്ടെങ്കിൽ മാത്രമേ ചുറ്റുപാട് നിരീക്ഷിക്കാൻ പോലും നമുക്ക് പറ്റൂ. ഈ ലോകത്ത് നമ്മൾ കാണുന്ന സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് യാന്ത്രികമായി പോകാതെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇന്നാ ലില്ലാഹ് ഇങ്ങനെ പറയുമല്ലോ, നമ്മുടെ ഉള്ളിൽ ഒരു ആന്തലായിട്ട് വരുന്ന വാക്കുകളാണ് ഇതൊക്കെ. ഇത് വെറും ഒരു സെന്റൻസ് അല്ല. ഇത് നമ്മളുടെ വിശ്വാസത്തിന്റെ ഭാഗമാകണമെങ്കിൽ അള്ളാഹു നമ്മളുടെ റബ്ബ്, അള്ളാഹുവിന്റെ ചെയ്തിയാണല്ലോ ആ കാണുന്നത്. അൽ ഖൽഖ്, സൃഷ്ടിപ്പ്. രണ്ടാമത്തേത് അർ റിസ്ഖ്, ഈ ലോകത്ത് റിസ്ഖ് കൊടുക്കുന്ന ആരാ? അല്ലാഹ്. ഈ ലോകത്ത് ഞാൻ ജോലി ചെയ്തുകൊണ്ടാണ് എൻ്റെ കുട്ടികൾ പട്ടിണി കിടക്കാത്തതെന്നൊക്കെ നമ്മൾ വെറുതെ പറയും. നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ നേരിട്ടുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്കാണ്. കാരണം നിങ്ങളുടെ ആശ്രിതരാണ് നിങ്ങളുടെ നേരിട്ടുള്ള നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ കുട്ടികളൊക്കെ. പക്ഷെ നിങ്ങളില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ പൈച്ച നടക്കുമോ? നിങ്ങൾ പട്ടിണി നടക്കുമോ? പട്ടിണി നടന്ന് ഇരിക്കുമോ? അങ്ങനെയൊന്നുമില്ല. നിങ്ങളല്ല റിസ്ക് കൊടുക്കുന്നത്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് റിസ്ക് കൊടുക്കാൻ കാരണക്കാരായ ആളുകളാണ്, അതിനിടയിലുള്ള ആൾക്കാരാണ്. എപ്രകാരം എന്നാൽ ഈ ലോകത്ത് നിങ്ങൾ സൃഷ്ടിച്ചു, നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു. ആദം അലൈഹി സ്വലാമെ സൃഷ്ടിച്ചത് എങ്ങനെയാ? അള്ളാഹുവിന്റെ നേരിട്ടുള്ള ചുമതലയിൽ, അല്ലെ? നേരിട്ടുള്ള എല്ലാവരും നേരിട്ടുള്ള ചുമതലയിലാണ്. പക്ഷെ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച പോലെയല്ല ആദം അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചത്. ഈസാ അലൈഹി സ്വലാമെ സൃഷ്ടിച്ചപ്പോ ഉമ്മ മാത്രമേ ഉള്ളൂ അവിടെ, അല്ലെ? അതുകൊണ്ടാണ് ഈ ഈസാ അലൈഹിസ്സലാമയുടെ അത്ഭുത ജനനം കണ്ട് അമ്പരന്ന് പോയ ആളുകൾ പിന്നീട് ഈസ സ്വയം നിലക്ക് പറഞ്ഞത്, ഈസാ അലൈഹിസ്സലാം സ്വയം നിലക്ക് പറഞ്ഞത്, അബ്ദുല്ലാഹ്, അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ നബിയുള്ള, അള്ളാഹുവിന്റെ നബിയാണ്, അള്ളാഹിന്റെ റസൂലാണ്. പക്ഷെ കേട്ട ആളുകൾ അത് വിശ്വസിച്ചില്ല. തലമുറകൾ പിന്നിട്ട് വന്നപ്പോ ഈസ എന്താക്കി? ദൈവപുത്രനാക്കി. അതിനെക്കുറിച്ച് അള്ളാഹ് പറയുന്നത്, അങ്ങനെയെങ്കിൽ ഈസയേക്കാൾ ദൈവപുത്രനാക്കേണ്ടവരാരെ? ആദമിന്. കാരണം ഈസക്ക് അവിടെ ഉമ്മയുണ്ടല്ലോ. ആദം അലൈഹിസ്സലാമക്ക് ആ സൃഷ്ടിപ്പിന്റെ സമയത്ത് ഉമ്മയുമില്ല, വാപ്പയുമില്ല. ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം. അള്ളാഹ് പറയാ, അള്ളാഹുവിന്റെ അടുക്കൽ ഇവർ ഈ പറയുന്ന ഈസയുടെ അത്ഭുത ജനനുണ്ടല്ലോ, അള്ളാഹിന്റെ അടുക്കൽ അത് ആദമിന്റെ സൃഷ്ടിപ്പിന് തുല്യമാണ്. ഖലഖഹു മിൻ തുറാബ്, അവനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. സുമ്മ ഖാല ലഹു കുൻ ഫയകുൻ, ഉണ്ടാകൂ എന്ന് പറഞ്ഞു, ഉണ്ടായി. അപ്പോ സൃഷ്ടിപ്പ്, റിസ്ക്. അപ്പൊ നമ്മൾ ബിസിനസ് നടത്തുന്നു, നമ്മൾ ജോലിക്ക് പോകുന്നു, നമ്മളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു, നമ്മൾ പുതിയ വസ്ത്രം വാങ്ങിക്കുന്നു. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല കേട്ടോ. ജീവിതത്തിൽ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന എല്ലാവിധ സൗകര്യങ്ങളുമാണ് റിസ്ക്. ഈ ലോകത്തെ ജീവിതത്തിന് നമുക്ക് ആവശ്യമുള്ള എന്തെന്തൊക്കെയുണ്ടോ അതിന്റെ ചിലർക്ക് അത് ലറൂറിയാത്തുകളായിരിക്കും, ആവശ്യങ്ങളായിരിക്കും. ചിലർക്ക് അത്യാവശ്യങ്ങളായിരിക്കും, ചിലർക്ക് ഹാജിയാത്തുകൾ, ആവശ്യങ്ങളായിരിക്കും, ചിലർക്ക് തഹ്സീനിയാത്ത്, കമാലിയാത്ത്, ലക്ഷറികളായിരിക്കും, അല്ലെ? ലക്ഷറികളും ചില സമയത്ത് ചിലർക്കത് ആവശ്യങ്ങളായിട്ട് മാറും. അതായത് മനുഷ്യർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് പല തട്ടുകളുണ്ട്. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് തന്നതാരാ? അല്ലാഹ്. ഈ ലോകത്തെ സൃഷ്ടിപ്പ്, ഈ ലോകത്തെ റിസ്ക്. ഇനി അതിനെക്കുറിച്ച് പറയാണ്, അൽ ഇഹ്യാ, ഈ ലോകത്തെ ജീവൻ നൽകൽ. ഈ ലോകത്ത് ഒരു ജീവൻ, കല്യാണം കഴിച്ചു, വിവാഹിതരാകാത്ത ആളുകള്, വിവാഹിതരായ ആളുകൾ, അവർക്ക് കുട്ടികളായിട്ടില്ല, നമ്മളവരോട് ചോദിക്കും, എന്താണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഡോക്ടറെ കാണിച്ചവര്. 5 കൊല്ലമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചു, 2 കൊല്ലം കഴിഞ്ഞാൽ തന്നെ ചോദിച്ചു. ഇനിയിപ്പോ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി എന്നിട്ടും വിജയിച്ചില്ല, കുട്ടി ഉണ്ടായില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി പിറക്കാത്തതിലുള്ള പ്രശ്നമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു ജീവൻ കൊടുക്കേണ്ടതാരാ? അല്ലാഹ്. ഇനി പിറന്ന ഒരു പൂമ്പൈതൽ എന്നൊക്കെ പറയാവുന്ന ഒരു അമ്മിഞ്ഞ പൈതൽ പിറന്ന് ഒരു 5 മാസം കഴിയുമ്പോൾ 6 മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? മരണപ്പെട്ടു പോകുന്നു. ആഗ്രഹിക്കാത്ത മരണങ്ങൾ കേൾക്കുന്നു. 9 വയസ്സുകാരനായ കുട്ടിയുടെ മരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ വീണ് മരിച്ചു. നമ്മുടെ ഒരു സുഹൃത്തായ ടീച്ചറുടെ മകൻ നമ്മൾ കേൾക്കുന്നു. അപ്പൊ
അവൽ ഇമാത്ത, അള്ളാഹുവാണ് മരിപ്പിക്കുന്നത്. കുട്ടി കാല് വഴുതി എന്തിലേക്ക് വീണതാണ്? കുളത്തിലേക്ക് വീണതാണ്, ശരിയാണ്. ആക്സിഡന്റിൽ പെട്ടതാണ്, ശരിയാണ്. ഹാർട്ട് അറ്റാക്ക് വന്നതാണ്, ശരിയാണ്. പക്ഷെ ഇവിടെയൊക്കെ അള്ളാഹ്ക്ക് എന്തുണ്ട്? അള്ളാഹുവിന്റെ അനുമതി പ്രകാരം തന്നെയാണ് ഒരു നഫ്സ് മരിക്കുന്നത്. അപ്പൊ അള്ള സൃഷ്ടിച്ചു, അള്ള റിസ്ക് തന്നു, അള്ള ജീവൻ കൊടുത്തു, അള്ള ജീവൻ എടുത്തു. നമ്മൾ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയുമ്പോ അക്കൂട്ടത്തിൽ എന്തുണ്ട്? ഒരു പ്രാർത്ഥനയുണ്ട്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ള അതിന്റെ അവസാന ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മരണവാർത്ത കേൾക്കുമ്പോഴുള്ള പ്രാർത്ഥന ഇന്നലില്ലാഹി മാ അഖദ്, അള്ളാഹു എടുത്തത് അവന്റേതാണ്. വലഹു മാ അഅത, അള്ളാഹു തന്നത് അവന്റേതാണ്. വകുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ, എല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ ഒരു നിശ്ചിത കണക്കനുസരിച്ചാണ് ഓരോ മനുഷ്യന്റെ ഉള്ളത്, നമ്മുടെ ഒക്കെ ഉള്ളത്. ആയുസ്, മക്കൾ, അലങ്കാരം, സമ്പത്ത്, ഇത് അള്ളാഹു നിശ്ചയിച്ചതിന് പ്രകാരമേ ഉണ്ടാവൂ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കാരണം ഇതൊക്കെ അള്ളാഹിൻ്റെതാണ്, അള്ളാഹുലേക്കാണ്. അപ്പോ ഈ റബ്ബിനെയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത് ഈ ലോകത്തിന്റെ നിർബന്ധമായി വരികയാണ്. അതുകൊണ്ടാണ് മക്കാ മുശ്രിക്കുകൾക്ക് റബ്ബാണ് അള്ളാഹു എന്ന് പറയുന്ന വിഷയത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നോ? ഖുറാനിൽ നിങ്ങൾ എടുത്തു നോക്കൂട്ടെ. ഇനി ഖുറാനിൽ ഇപ്പോ ആയിരക്കണക്കിന് വാക്കുകളുണ്ട് റബ്ബ് എന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ. നിങ്ങൾ ഓതുന്ന എല്ലാ പേജിലും റബ്ബ് കടന്നു വരും. അവരോട് ചോദിക്കുക, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ സൃഷ്ടിച്ചതാരാണെന്ന് പ്രവാചകർ അവരോട് ചോദിക്കുക. ലയഖൂലുന്ന അല്ലാഹ്, അവര് പറയും അള്ളാഹുവാണെന്ന്. അവർക്ക് അതില് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ആ റബ്ബായ അള്ളാഹുവിന് എന്തു കൊടുക്കൂല? അവര് ഇലാഹ് എന്നുള്ള സ്ഥാനം കൊടുക്കൂല. ചിലപ്പോ ഇലാഹ് എന്ന സ്ഥാനം കൊടുത്താലും കൂട്ടത്തിൽ വേറെയും ഇലാഹുകൾ ഉണ്ടാകും. അപ്പൊ ഷിർക്ക് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, തൗഹീദ് എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ അള്ളാഹുവിനെ മാത്രം തനിച്ചാക്കുന്നതിനെയാണ് എന്ത് പറയാ? അള്ളാഹു റബ്ബാണ്, ആ വിഷയത്തിൽ അള്ളാഹു മാത്രമാണ് റബ്ബ്. ഖാലിക്കും റാസിക്കും മുഹയ്യും മുമീത്തും മുദബ്ബിറും, പ്ലാൻ ചെയ്യുന്നതും ആരാണ്? അഞ്ചാമത്തെ കാര്യം മുദബ്ബിറാണ്. ഈ ലോകത്തെ എല്ലാ വിഷയവും പ്ലാൻ ചെയ്യുന്നത്, അത് ഖൈറാകട്ടെ ജീവിതത്തിൽ, ഷർറാകട്ടെ ജീവിതത്തിൽ, അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്നതാണ്. ഇങ്ങനെ വരുമ്പോ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വിശ്വാസമാണ് മനുഷ്യന് കുറച്ച് സമാധാനം കൊടുക്കുള്ളൂ. എന്റെ ജീവിതത്തിൽ മറ്റൊരാൾ ഇടപെടുന്നില്ല. എന്റെ ജീവിതത്തിന്റെ ഇപ്പറയുന്ന ഈ 5 കാര്യമുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. ഞാൻ ജനിച്ചു, എനിക്ക് ഭക്ഷണം കിട്ടുന്നു, അതായത് എന്റെ ജീവിതത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എനിക്ക് ജീവനുണ്ട്, ഇനി ഞാൻ നാളെ മരണപ്പെടും. എന്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുന്നു. ഇതൊക്കെ അള്ളാഹ് അറിഞ്ഞിട്ടാണ് എന്ന് വരുമ്പോ ആ അള്ളാഹുവിനോടുള്ള ഇബാദത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ദാക തഅമുൽ ഈമാനി മൻ റളിയ ബില്ലാഹി റബ്ബൻ. ദാക തഅമുൽ ഈമാൻ, ഈമാനിന്റെ രുചി ലഭിച്ചവൻ അവൻ മാത്രമാണ്. ആര്? മൻ റളിയ ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ റബ്ബായി മനസ്സിലാക്കിയവൻ, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവൻ. അപ്പൊ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക എന്നുള്ളത് ഇനി നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിലാകട്ടെ, റബ്ബ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നമുക്ക് അള്ളാഹുവിനോട് വിളിച്ച് റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, എന്റെ റബ്ബേ, നിന്നോടല്ലാതെ ഞാൻ എങ്ങനെ പറയും? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പറയുന്ന ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ചും ഇമാം ഇബ്നു തൈമിയ്യയെ പോലെയുള്ള ആളുകൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ വന്ന ഒരു 100 കണക്കിന് ആയത്തുകളുണ്ട്. ആയിരക്കണക്കിന് പദങ്ങൾ എന്ന് പറയുമ്പോൾ 100 കണക്കിന് ആയത്തുകളിലൂടെയാണ് വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ചുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: വലമ്മാ കാന ഇൽമുൻ നുഫൂസി ബിഹാജത്തിഹിം വഫഖ്രിഹിം ഇല റബ്ബി ഖബ്ല ഇൽമിഹിം ബിഹാജത്തിഹിം വഫഖ്രിഹിം ഇലൽ ഇലാഹിൽ മഅബൂദ് വഖസ്ദിഹിം ലിദഫഇ ഹാജത്തിഹിമുൽ ആജില ഖബ്ല അൽ ആജില കാന ഇഖ്റാറുഹും ബില്ലാഹി മിൻ ജിഹത്തി റുബൂബിയ്യതിഹി അസ്ബഖു മിൻ ഇഖ്റാറിഹിം ബിഹി മിൻ ജിഹത്തി ഉലൂഹിയ്യതിഹി. നീണ്ടൊരു സെന്റൻസ് ആണ്. മലയാളം ഇങ്ങനെയാണ്: മനുഷ്യ മനസ്സുകൾക്ക് എല്ലാവർക്കും ആരാധനക്കർഹമായ ഒരു ദൈവത്തോടുള്ള, ഒരു ഇലാഹിനോടുള്ള ഒരു വാഞ്ചയുണ്ട്. മനുഷ്യന്റെ ഉള്ളിൽ ഏതോ ഒരു ദൈവമുണ്ട് എന്ന് പറയുന്നത് മനുഷ്യർക്കുള്ളിലുണ്ട്. അപ്പോൾ തങ്ങളെ പരിപാലിക്കുന്ന ഒരു റബ്ബിനോടുള്ള അവരുടെ ആവശ്യകത കൊണ്ടാണ് അവർക്ക് ആ റബ്ബിനെയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടത് എന്നുള്ള ബോധ്യമുണ്ടാകുന്നത്. അതായത് ഞങ്ങളെ സൃഷ്ടിച്ചത് തെറ്റായ കാഴ്ചപ്പാടായിരിക്കും, ചില മതങ്ങളിൽ വളരെ വികലമായ കാഴ്ചപ്പാടായിരിക്കും.
ചിലതൊക്കെ ഇസ്ലാമിൽ നിന്ന് അടർന്നു പോയ, ഇപ്പൊ ജൂതമതവും ക്രിസ്തു മതത്തിലൊക്കെ ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ട് എഡ്ജിറങ്ങിപ്പോയ മതങ്ങളാണ്. അപ്പൊ അവർക്ക് അള്ളാഹു ഏതോ ഒരു ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടാകും. പരലോക കാര്യങ്ങളെക്കാൾ മുമ്പ് ഇഹലോക കാര്യത്തിൽ തങ്ങളുടെ അടിയന്തര പ്രയാസങ്ങൾ നീക്കാനാണ് മനുഷ്യർ എപ്പോഴും ശ്രമിക്കുക, അല്ലെ? പരലോകത്ത് ഇബാദത്ത് ചെയ്ത് നിസ്കരിച്ചിട്ട് കൂലി കിട്ടുന്നേക്കാളും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത്? ഈ ലോകത്ത് എന്നെ സൃഷ്ടിച്ചതാര്, ഈ ലോകത്ത് എനിക്ക് റിസ്ക് തരുന്നതാര്, ഈ ലോകത്ത് ജീവൻ തരുന്നതാര്, ആര് മരിപ്പിക്കുന്നു, ആരെന്റെ കാര്യം പ്ലാൻ ചെയ്യുന്നു. അപ്പോ ഇലാഹിന് മുമ്പ് റബ്ബ് എന്ന് പറയുന്ന വിശേഷണം വെച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ സമർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കൽ അവനെ ഇലാഹായി അംഗീകരിക്കുന്നതിനേക്കാൾ മുമ്പുള്ള ഘട്ടമാണ്. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. പക്ഷെ തൗഹീദുർ റുബൂബിയ്യത്ത്, അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുക, ഇനി ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ നിങ്ങൾ എടുത്തു നോക്കുക. നൂറുകണക്കിന് ആയത്തുകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, അതല്ലെങ്കിൽ യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കും, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ്. എന്താ, എങ്ങനത്തെ റബ്ബ്? അല്ലദീ യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും, അല്ലെ? മിൻ നഫ്സിൻ വാഹിദ, സൂറത്തു നിസായിൽ. യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബ്. അതെ, ഈ സൃഷ്ടിപ്പ് കാണാൻ പറ്റും, റിസ്ക് കാണാൻ പറ്റും, മരണം കാണാൻ പറ്റും, ജീവിതം കാണാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഈ റബ്ബിനോട് ചേർത്ത് നിർത്തി വരുന്ന കാര്യങ്ങൾ? യൂസുഫ് നബി അലൈഹി സ്വലാം സ്വന്തം സഹമുറിയന്മാരായ റൂംമേറ്റ്സായ ഈ ജയിലാളികളോട് പറയുന്നുണ്ട്, യാ സാഹിബൈ സിജിൻ അർബാബുൻ മുതഫർരിഖൂന അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, അല്ലയോ എന്റെ ജയിലിലുള്ള എന്റെ കൂട്ടാളികളെ, അർബാബുൻ, കുറെ റബ്ബുകളാണോ, മുതഫർരിഖൂൻ, ഇങ്ങനെ വ്യത്യസ്തരായ കുറെ റബ്ബുകളാണോ നമുക്കുണ്ടാവുക, അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഏകനും സർവാധിപതിയുമായ അള്ളാഹുവാണ് ഉണ്ടാകുക. അപ്പോ ഇസ്ലാമിലെ ദൈവം ഏകൻ ആണ്, അതല്ലെങ്കിൽ ഇസ്ലാമിലെ ദൈവസങ്കല്പം ഏകത്വമാണ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ വളരെ ഓടിച്ച് ലാഘവത്വത്തിൽ ഇതിങ്ങനെ പോവാറുണ്ട്, ഇതിങ്ങനെ മറച്ചു വെച്ചും സംസാരിക്കാറുണ്ട്. അങ്ങനെയല്ല. ഇസ്ലാമിന്റെ അടിസ്ഥാനം ഉരുവം കൊള്ളുന്നത് എവിടെ നിന്നാണ്? ഇതിൽ നിന്നാണ്. ഇതിന്റെ തുടർച്ചയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയും അതിന് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ ലോകത്തോട് പറയുന്ന ഉപദേശ നിർദ്ദേശങ്ങളും ഈ ലോകത്തോട് വിളംബരം ചെയ്യുന്ന മൂല്യങ്ങളും ഈ ലോകത്ത് നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന നിയമനിർമ്മാണങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് അള്ളാഹു റബ്ബാണ് എന്ന് പറയുന്ന ഈ റുബൂബിയ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വശം നമ്മുടെ വായനയിൽ, നമ്മുടെ ആലോചനയിൽ, ഖുർആൻ പാരായണത്തിൽ, നമ്മുടെ നമസ്കാരത്തിലൊക്കെ ഇതിനെ കണക്ട് ചെയ്ത് നിർത്താൻ നമുക്ക് സാധിക്കണം. പടച്ചതമ്പുരാൻ ആ നിലക്കുള്ള അചഞ്ചലമായ ഒരു ഈമാൻ നൽകി, തൗഹീദ് നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാം മുവഹിദുകളായി ആ നിലയിൽ തന്നെ ജീവിതത്തിൽ ശിർക്കിന്റെ ഒരു അംശം, അതായത് അള്ളാഹുവിന്റെ ഒരു സാന്നിധ്യമല്ലാത്ത മറ്റൊരു സാന്നിധ്യം എന്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് എന്ന് ഒരാൾക്ക് തോന്നിയാൽ തന്നെ അതിനെ ഈ റബ്ബ്, ഈ റുബൂബിയത്തിലുള്ള ഒരു സംഗതി നിഷേധിക്കും. അവിടെ തന്നെ ശിർക്ക് വന്നു കയറും. മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാ. ബനു ഇസ്രായേലിനെ പോലെ പോയ അവരായതിന്റെ പ്രശ്നം അതാ. മൂസാ നബി അലൈഹി ഇസ്ലാം തൗറാത്ത് വാങ്ങിക്കാൻ പോയപ്പോ സ്വന്തമായി പശുക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ചു പോയവരാണവർ. മുസ്ലിം സമുദായത്തിന്റെ ഘട്ടവും അതാണ്. ശുദ്ധമായ തൗഹീദിന്റെ ആളുകളായിട്ടും ഷിർക്കിന്റെ കലർപ്പുകൾ അവരിലേക്ക് വന്നു പോകാനുള്ളൊരു കാരണം റബ്ബ് എന്നുള്ള നിലക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിൽ, ഇലാഹ് എന്നുള്ള നിലക്ക് അടുത്ത ഖുതുബകളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇലാഹിനെ പരിചയപ്പെടാം, ഇത് മനസ്സിലാക്കുന്നതിൽ വന്ന വീഴ്ചയാണ്. അള്ളാഹു ആ നിലക്കുള്ള ഏറ്റവും അചഞ്ചലമായ ഈമാൻ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹുൽ ഗഫൂറുർ റഹീം.